ഇന്ന് രാത്രി വചനം കേൾക്കുവാൻ താല്പര്യത്തോടെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. God will feed you with big burgers, spiritual burgers. വന്ന് ഫ്രീ ആയി സമൃദ്ധിയായി തിന്നുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയിൽ വചനം കഴിച്ച് ഭക്ഷിച്ച് അത് ഏറ്റെടുത്ത് ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കാൻ വേണ്ടി മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുവാനും ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ വചനധ്യാനത്തിനായി മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 8-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 8. ഈ സ്ത്രീ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും പ്രസംഗിക്കും. വാവ്, വാട്ട് എ ഗ്രേറ്റ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വീണ്ടും ഇത് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ത്രീ ചെയ്തത് ലോകത്തിന്റെ അവസാനം വരെയും സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും പ്രസംഗിക്കപ്പെടും. എത്ര പേർക്ക് അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം 10 പേര് ഇടയ്ക്കിടയ്ക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അത് ഇപ്പോഴല്ല, അവസാനം വരെ പറയണം. പത്രോസ് ചെയ്തത് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, പൗലോസ് ചെയ്തത് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. പലരുടെയും കാര്യം ഇപ്പൊ പറയുന്നില്ല, പക്ഷെ ഇവരുടെയൊക്കെ കാര്യം ഇപ്പോഴും പറയുന്നുണ്ട്. എന്താ കാരണം? ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എല്ലാവർക്കും അവരുടെ പേരറിയാൻ വേണ്ടിയിട്ട് പോയി ശിലാസ്ഥാപനങ്ങളൊക്കെ ഇടും. അവിടെ കൊണ്ടുവന്ന് കല്ലിടും, ഇവിടെ കൊണ്ടുവന്ന് കല്ല് വെക്കും, പ്രതിമ വെക്കും. കുറെ വർഷം കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്ക് പൊക്കിയെടുത്ത് അങ്ങ് കൊണ്ട് കളയും. I saw the day when Iraq war was there. Huge idols, statues of Saddam Hussein were broken down and thrown, and everybody was watching on TV. സദാം ഹുസൈൻ ഉണ്ടാക്കി വെച്ചതെല്ലാം ഒറ്റയടിക്ക് തീർത്തു. അവസാനം പുള്ളിയെ കാണുന്നത് താടിയൊക്കെ വെച്ച് ബോധമില്ലാതെ ഒരു ഗുഹയ്ക്കകത്തുനിന്ന് പൊക്കിയെടുത്തോണ്ട് വരുന്നതാണ്. ലോകത്തിൽ സ്വർണത്തിന്റെ മുറി താമസിച്ച്, സ്വർണത്തിന്റെ ടോയ്ലറ്റ് ഉപയോഗിച്ച്, ഇഷ്ടം പോലെ ഭണത്തോടെ ജീവിച്ച, ആർഭാട ജീവിതം ജീവിച്ച ഒരു വലിയ വ്യക്തി അവന്റെ അവസാനം ഒന്നുമില്ലാതായി പോയപ്പോൾ ഒരു സാധാരണക്കാരിയായ സ്ത്രീ ചെയ്തത് ഇന്നും സാക്ഷിക്കപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. God wants you to do. ദൈവം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിലനിൽക്കുന്ന പ്രവർത്തികളായിരിക്കണം. അന്ത്യകാലത്ത് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകുന്ന വൈക്കോലുകളുടെ പ്രവൃത്തി അല്ല നിലനിൽക്കുന്ന പ്രവൃത്തി. How many of us want to do everlasting, eternal purpose and work? Not small work, but something that lasts forever. വീണ്ടും ആ വാക്യം വായിക്കാം. ഈ സഹോദരി ചെയ്തത് വീണ്ടും 14:8. അവൾ തന്നാൽ she has done what she could do. അതാണ് ഫസ്റ്റ് പോയിന്റ്. അവൾ തന്നാൽ ആവുന്നത് ചെയ്തു. എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി. All cannot preach, all cannot sing, but God has given you something, some talent, you must do. She did what she could do. അവൾക്ക് ചെയ്യാൻ പറ്റിയത് അവൾ ചെയ്തു. നമുക്കുള്ളൊരു കുഴപ്പം, നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യത്തില്ല. Praise the Lord. She did what she could do. ലോകത്തിലെ ഏറ്റവും, which is the richest place in the world? എല്ലായിടത്തും ഉണ്ട് ആ സ്ഥലം. സ്വർണ്ണക്കടയാണോ? which is ഏറ്റവും പണം ഇരിക്കുന്ന സ്ഥലം? ബാങ്ക് ആണോ? ഡയമണ്ട് കടയാണോ? the richest place in the world is the graveyard. ഏറ്റവും ധനമുള്ള സ്ഥലം ഏതാണ്? ശവക്കല്ലറയാണ്. എന്താ കാര്യം എന്നറിയാമോ? എഴുതപ്പെടാത്ത ഒത്തിരി പാട്ട് അവിടെ പോയി വീഴുന്നുണ്ട്, എഴുതപ്പെടാത്ത ഒത്തിരി പുസ്തകങ്ങൾ അവിടെ പോയി വീഴുന്നുണ്ട്, ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ, ചെയ്യാൻ കഴിവുള്ളതൊക്കെ ചെയ്യാതെ വെക്കാതെ അവിടെ കൊണ്ടുപോയി അവസാനിക്കുന്നുണ്ട്. ലോകത്തിൽ ദൈവം കഴിവുകൊണ്ട വ്യക്തികളെ കൊണ്ടുവന്നിട്ട് ഒരു പൈസയ്ക്ക് പോലും വെളിയിലോട്ട് ഒഴുക്കാതെ എല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കളയുകയാണ്. The richest place in the world is in everybody's town. It is the graveyard. ദൈവം തന്ന കഴിവുകളെ പിടിച്ചു വെച്ചേച്ച് കുഴിച്ചിടുന്ന അന്ത്യ സംസ്കാരം. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. Empty yourself. നിന്റെ കയ്യിൽ ദൈവം തന്നതെല്ലാം അങ്ങ് ഒഴുക്കുക. ഇന്ന് തീരുമാനിക്കുക, കർത്താവേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. I will do whatever I can for your kingdom. ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റുമോ?
ഒരു സ്വോത്രം പറയാൻ പറ്റുന്ന സ്വോത്രം പറയും, അതുപോലും പറയില്ല, അതൊന്നും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ പിശാച് ജയിച്ചാൽ എങ്ങനെ? ഹല്ലേലൂയ. ഒരക്ഷരം ഞാൻ മിണ്ടില്ല ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ. നിങ്ങളൊക്കെ മിണ്ടിക്കോ, എനിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ വലിയ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. പിശാചിന് നിന്റെ സ്വോത്രം കേൾക്കുമ്പോ പേടി വരും, മുട്ടടിക്കും. അതുകൊണ്ട് 2 സ്വോത്രം ഉറക്കെ പറഞ്ഞോളൂ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സ്തുതിക്കാൻ പഠിപ്പിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ ഒരു പരിപാടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. She did what she could. അവക്ക് ആവുന്നത് അവൾ ചെയ്തു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കാവുന്നത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? അങ്ങനെ പറയാൻ പറ്റുമ്പോഴാണ് നിങ്ങളുടെ കാര്യം സുവിശേഷമായി മാറാൻ പോകുന്നത്. You want to turn yourself into a gospel, you need to start doing what you can do. നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ എന്ത് സാധിക്കുന്നുവോ അത് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊരു സുവിശേഷമായി മാറാൻ പോകുകയാണ്. നമ്മുടെ മാനുവലിന് കൊട്ടാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. അവൻ കൊട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ കൊട്ടിൽ അവൻ അവസാനിക്കുകയില്ല. ദൈവം അവനെ ഒരു സുവിശേഷമാക്കി മാറ്റാൻ പോകുകയാണ്. You do what you can do, whatever little that be, God is going to make you great. അവൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കഴിവ് അവൾ ചെയ്തു. പലരും ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റേ ആള് ചെയ്തോട്ടെ, ഞാൻ എന്തിനാ ചെയ്യുന്നത്? അവൾ വേറെ ആരോടെങ്കിലും ചെയ്യാൻ നോക്കിയെന്നോ? ഇല്ല. അവളുടെ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ചുള്ള സ്നേഹം തിങ്ങിയപ്പോൾ വേറെ ആരോടും അഭിപ്രായം ചോദിക്കാതെ, ഞാനൊരു സ്വോത്രം പറഞ്ഞാൽ, ഞാനൊരു സാക്ഷ്യം പറഞ്ഞാൽ, ഞാൻ 10 പേരോട് സുവിശേഷം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കാതെ അവൾ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. We are asking 10 people opinion. Should we do something? Praise the Lord. Today my son has returned after a successful event in Bagalkot. The only question I asked him, Abner, what did you do for the kingdom of God in Bagalkot? I asked him that today. I want to know what you did for the kingdom of God. ദൈവ രാജ്യത്തിന് വേണ്ടി നീ എന്താണ് ചെയ്തത്? ഇന്ന് രാത്രി ദൈവത്തിന് ചോദിക്കാനുള്ളത്, നിന്റെ ജീവിതം ഇത്രയുമായി നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്നല്ല, നിന്റെ വീടിന് വേണ്ടി എന്ത് ചെയ്തെന്നല്ല, നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നല്ല, ദൈവത്തിന് വേണ്ടി. അടുത്ത വാക്യം വായിക്കാം, അതിന്റെ 6ാം വാക്യം തൊട്ട് വായിച്ചാൽ 6, 7, 8. അവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവള് എങ്കിൽ ഈ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ ശല്യപ്പെടുത്തുന്ന പരിപാടി അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ചില വിചാരം നല്ല പ്രവൃത്തി ചെയ്താൽ ശല്യം ഉണ്ടാവില്ല. അപ്പോഴാണ് ശല്യം തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് ശല്യം, കൂട്ടായ്മയിൽ നിന്ന് ശല്യം, നാട്ടിൽ നിന്ന് ശല്യം. എവിടെങ്കിലും നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ 10 പേര് ചോദിക്കും, നിനക്ക് വലിയ ആവശ്യമുണ്ടോടാണ്? കള്ളു കുടിച്ച് റബ്ബർ തോട്ടത്തിൽ കിടന്ന ആരും ചോദിക്കില്ല, എന്താണ് നീ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമോ? ആരും ചോദിക്കില്ല. നീ മോനെ നീ 2 കൂടെ നാളെ അടിക്കടാന്ന് പറയും. Hallelujah. If you get drunk and stay in the rubber estate or fall in the roadside, nobody will curse you, nobody will question you. But you do something good, people will trouble you. നീ നന്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആൾക്കാർ നിന്നെ ശല്യം ചെയ്യും. ഇവള് നന്മ ചെയ്തപ്പോ എന്തായിരുന്നു? അവിടെ ഇരുന്നവർ മുഴുവൻ ആ ശല്യം ചെയ്തു. അപ്പൊ യേശു പറഞ്ഞു, ഇവളെ വിടുവീൻ, ശല്യപ്പെടുത്തരുത്. നീ നന്മ ചെയ്യുമ്പോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്, നിന്റെ നന്മയെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആരും കാണാതെ ദേവാലയത്തിൽ 2 വെള്ളിക്കാശ് അവളുടെ മുഴുവൻ മുതലായി കൊണ്ടിട്ടിരുന്ന വിധവയെ കണ്ട അതേ സ്വർഗം ഈ സ്ത്രീയുടെ നന്മയെ കണ്ടു. She has done a good work for me. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. She has done a good work for me. എനിക്ക് വേണ്ടി അവൾ ഒരു നല്ല പ്രവൃത്തി ചെയ്തിരിക്കുന്നു. Can God give a testimony about you like that? He has done a good work for me. എനിക്ക് വേണ്ടി ഒരു നല്ല പ്രവൃത്തി ചെയ്തു. നമ്മുടെ വീട്ടിൽ വേലയ്ക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർ നല്ലതായിട്ടൊന്ന് തൂർത്ത് വൃത്തിയാക്കി എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. അവരെ നിർത്താൻ തോന്നും, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരെയും ഹിന്ദിക്കാരെ നിർത്തുന്നത്. മലയാളികൾ പണി നിർത്തിയത് കൊണ്ടാണ്. അവർ ചെയ്യുന്ന കണ്ടാൽ ഭയങ്കര രസമാണ്. ദേ ഡു ഗുഡ് വർക്ക്. അവരെ നമ്മൾ ചീത്ത പഠിപ്പിക്കാതിരുന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൾ എനിക്കൊരു നല്ല പ്രവൃത്തി ചെയ്തു. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ദൈവം ചോദിക്കുകയാണ്, നിന്റെ ജീവിതം ഇത്രയുമായി, what have you done for the kingdom of God? ദൈവ രാജ്യത്തിന് വേണ്ടി എന്ത് നല്ല പ്രവൃത്തിയാണ് ചെയ്തത്? യേശുവിന് വേണ്ടി എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത്? അടുത്ത വാക്യം, ഇവൾ എനിക്ക് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്തു. ദരിദ്രർ നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ, കഴിയും, ഇരിക്കയില്ല. അവൾ തന്നാലാവത് ചെയ്തു. She did what she could do. അവിടെ നിൽക്കട്ടെ, അതൊരു വലിയ വിഷയമാണ്. അതാണ് ഇന്നത്തെ വിഷയത്തിന്റെ വിഷയം. അതിലെത്തുന്നതിന് മുമ്പ് അവൾ തന്നാലാവത് ചെയ്തു. മറ്റുള്ളവർ ശല്യം ചെയ്തപ്പോൾ അവർ ചെയ്തു. അത് മാത്രമല്ല, ഇഫ് യു റീഡ് വേഴ്സ് 4, 4-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലർ അവളെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. There are people talking bad about you. ഈ വെറും ചെലവ് എന്തിന്? Why should a neurosurgeon waste his time preaching in the kingdom of God? എന്തിനാണ് ഒരു ന്യൂറോസർജൻ ഈ സമയം മുഴുവനും അയാൾ 10 പേരെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര പേർക്ക് ഗുണമായിരുന്നു? ഞാനും ചിലപ്പോൾ ചിന്തിക്കും കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ, whenever I say no to surgery and my work, there is a struggle within me which tells me which is good or not. ഏതാ നല്ലത് ഏതാ തെറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ട്രഗിൾ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ, കൂടുതൽ ചെയ്യുവാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹം വർദ്ധിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ എന്താ സംസാരം ഉണ്ടായത്? വലിയൊരു സംസാരം ഉണ്ടായി. എന്താ സംസാരം? അല്ല, അതിന് മുമ്പത്തെ വായിച്ച വാക്യം തന്നെ, 4-ാം വാക്യം. അവിടെ ചിലർ വെറും ചെലവെന്തിന്? വാട്ട് എ വേസ്റ്റ്! വെറും ചെലവെന്തിന്? പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതിനെ എപ്പോഴും ആൾക്കാർ എന്ത് പറയും? വെറും ചെലവെന്ന് പറയും. കഴിഞ്ഞ ആഴ്ച ഒരു അപ്പച്ചനൊക്കെ കൊണ്ടുവന്നേച്ച് ഒരു 10,000 രൂപ തന്നേച്ച് പറഞ്ഞു, ഡോക്ടറെ ഇത് പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കണം. എനിക്ക് സന്തോഷമായി. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ആ പൈസ എടുത്ത് അവിടെ വെച്ചു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, എനിക്കൊരു സന്തോഷം തോന്നി. കുറേ നാളായിട്ട് ഇത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ കുറേ നാൾ ഇരുന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ചയാണ് ദൈവം കൃപ കൊടുത്തത്. പല ആൾക്കാരും ഇങ്ങനെ കുറേ നാളായിട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യില്ല. 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ 5 വയസ്സാകുമ്പോൾ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുമോ 16-ാം വയസ്സിൽ അവനെ വിട്ടാൽ മതിയെന്ന്? കറക്റ്റ് ജൂൺ ആകുമ്പോഴത്തേക്ക് സ്കൂളിന്റെ അവിടെ പോയി ലൈൻ നിന്ന് കൊച്ചിന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഓട്ടനെ കൊടുക്കും. അത് പിറ്റേ ദിവസത്തേക്കാക്കില്ല. എന്റെ മോനെ, നീ MBBS കഴിഞ്ഞല്ലോ, ഇനിയും കല്യാണമൊക്കെ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് PG ക്കൊക്കെ അന്വേഷിച്ചാൽ മതി എന്ന് പറയുമോ? ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് വെയിറ്റ് നോ. ഉടനെ വേണ്ട, പിന്നെ ആട്ടെ. എന്തിനാ ഇത്രയും ചെയ്യുന്നത്? പിശാചാണ് നിന്നെ വട്ടം കളിപ്പിക്കുന്നത്. പിശാചാണ് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നീ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കാതെ നിന്നെ പുറകോട്ട് വലിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി അഴിയുമാറാകട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ചിലത് ചെയ്യുവാൻ, ഞാൻ ഇന്നത് ചെയ്യാം അന്നത് ചെയ്യാമെന്നൊക്കെ എടുത്തിയാടി പറഞ്ഞേച്ച് അതെല്ലാം പൂർത്തീകരിക്കുവാൻ ഇന്ന് രാത്രി ഒരു അഭിഷേകം ദൈവം തെരുമാറാകട്ടെ. The world will say, what a waste. What a waste. You may also think it is a waste. നീയും ചിലപ്പം ചിന്തിക്കും അതൊരു വെറുതെയാണ്. സഹോദര, വെറുതെ അല്ല. സഹോദരി, വെറുതെ അല്ല. നീ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിന് അമർത്തി കുലുക്കി കവിയുന്ന വണ്ണം തരുവാൻ എന്റെ ദൈവം മതിയാവനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The world will say it is a waste to work for the kingdom of God. You know, in the middle of the criticism, 4-ാം വാക്യത്തിലായിരുന്നെങ്കിൽ നമ്മൾ പതുക്കെ ആ പെർഫ്യൂം ഇനിയും പൊട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബാക്കിയൊക്കെ തൂത്ത് ഉടച്ചൊരു കുപ്പിയിലാക്കിയും കൊണ്ടുപോയേനെ. അയ്യോ, വേസ്റ്റ് ചെയ്യണ്ടെന്നും പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞ വേസ്റ്റ് അല്ലേ, അതെന്തിനാ ഇവിടെ തീർക്കുന്നേന്ന്? വാട്ട് എ വേസ്റ്റ്. Don't worry about what others think that you are doing for the kingdom of God.
ദൈവരാജ്യത്തിൽ നീ എന്ത് ചെയ്യുന്നുവെന്ന് നിന്റെ ഭാര്യ എന്താ ചിന്തിക്കുന്നത്, നിന്റെ ഭർത്താവ് എന്താ ചിന്തിക്കുന്നത്, നിന്റെ സഭക്കാരെന്താ ചിന്തിക്കുന്നത്, നിന്റെ കൂട്ടുകാരെന്താ ചിന്തിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട. ദൈവരാജ്യത്തിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് മുഴുവൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യുമാറാകട്ടെ. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല, why am I running like this? എനിക്കറിയാം, God created me for his kingdom. ദൈവം എന്നെ ദൈവരാജ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ആയുസ്സും ആരോഗ്യവും എന്റെ ദൈവം തന്നിരിക്കുന്ന എല്ലാ കൃപകളും കഴിവുകളും എന്നും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഞാൻ എന്നും കൊതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. What a waste. People will say it's a waste. But let me tell you, whatever you do for this world is a waste. ഈ ലോകത്തിന് വേണ്ടി നീ ചെയ്യുന്നതൊക്കെ വെറുതെയാണ്. മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതും പകുതി മുക്കാലും വെറുതെയാ. പ്രായമാകുമ്പോൾ അവരാരെങ്കിലും തിരിഞ്ഞു വരുമോ? വന്നാ കൊള്ളാം, വന്നില്ലേലും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതും വെറുതെയാണ്. നിലനിൽക്കുന്നത് ഒന്നുണ്ടോ, അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. Hallelujah. In the middle of criticism, in the middle of questions, what did she do? ഇതെല്ലാം കേട്ടോണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൾ എന്ത് ചെയ്തു? അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു അക്കൗണ്ടന്റ് അവിടെ ഇരിപ്പുണ്ട്. യൂദാസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇത് 300-ലധികം അവിടെ ആൾക്കാരിരുന്ന് ഉള്ളിൽ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. നീ യേശുവിന് വേണ്ടി കൊടുക്കുമ്പം ഉള്ളിൽ പിറുപിറുക്കുന്ന ഒത്തിരി പേരുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ 300 വെള്ളിക്കാശിനാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്, 30 വെള്ളിക്കാശിന്. ആ തള്ളിപ്പറഞ്ഞ യൂദായാണ് ഈ കണക്ക് പറയുന്നത്. Praise the Lord. When people do everything for money in this world, when people do everything for money in this world, can we do something out of love for the kingdom of God? ദൈവ രാജ്യത്തിന് വേണ്ടി സ്നേഹത്തിൽ നിറഞ്ഞ് ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിന്റെ മുമ്പിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്? ബൈബിൾ പഠിപ്പിക്കുന്നവർക്ക് ഇവളാണ് ആ ക്ഷമിച്ചു കിട്ടിയ സ്ത്രീ എന്ന് വിശ്വസിക്കുന്നത്. പാപത്തിൽ പിടിക്കപ്പെട്ടേച്ച് ക്ഷമിച്ചു കിട്ടിയ സ്ത്രീ ഇവളാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അവളാണെങ്കിൽ she was madly in love with Jesus. അവൾക്ക് വലിയൊരു ക്ഷമ കിട്ടിയത് കൊണ്ട് അവളുടെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹമായിരുന്നു. ഏറ്റവും നല്ലത് എൻ്റെ യേശുവിന് വേണ്ടി കൊടുക്കണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. When you are madly in love with Jesus, you can do something beyond what your imagination. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി അത്രമാത്രം സ്നേഹം ദൈവം ഉള്ളത്തിൽ തെരുമാറാകട്ടെ. എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവൻ തന്നു. Jesus gave his life for me. I will give my life for him. ഞാൻ എൻ്റെ ജീവൻ അവനായി കൊടുക്കാം. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. ഈ 300 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ മനുഷ്യന്റെ ലേബർ വർക്കായിരുന്നു. 300 ദിനാറി വാസ് ദ ലേബർ വേജസ് ഫോർ 1 year ഫോർ എ മാൻ. ഒരു മനുഷ്യന്റെ സമ്പാദ്യം മുഴുവനുമാണ് 1 സെക്കൻഡ് കൊണ്ട് ഈ സ്ത്രീ പൊട്ടിച്ചത്. ഇന്നത്തെ കാൽക്കുലേഷനിൽ അത് ഞാൻ എത്ര ആണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം, ഒരു സാധാരണ മനുഷ്യന്റെ 1 വർഷത്തെ വേജസ് ഇപ്പം എന്തായിരിക്കും? ആ ഒരു എമൗണ്ടിലുള്ള ഒരു സാധനമാണ് പൊട്ടിച്ചത്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ചോദ്യം ഉണ്ടാക്കിയത്. ഈ 10 പൈസയും അല്ലറ ചില്ലറയൊക്കെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുവരെ ആരും ചോദിക്കാത്തത്. പൊട്ടിക്കേണ്ടത് പോലൊന്ന് പൊട്ടിച്ചു കഴിയുമ്പോൾ ചോദ്യം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില യൂദാസന്മാരൊക്കെ ഒന്ന് കുലുങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ യൂദാസന്മാർ കുലുങ്ങും. പണ്ടൊരിക്കൽ സംഭവിച്ചു, ഒരാൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞ് ഞാൻ ഇത്ര രൂപ കൊടുക്കാൻ പോവാന്ന്. ഭാര്യ പോലും ഞെട്ടിപ്പോയി, ഞാനും ഞെട്ടി സഹോദരൻ. ഞാൻ അതൊന്നും കേട്ടില്ല. അതുപോലത്തെ ഒരു സംഭവം പുള്ളി പൊട്ടിച്ചത്.
അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും, എന്തിനാ ഇതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്. ഹല്ലേലൂയ. ചെറിയ പടക്കം പൊട്ടിക്കുന്നുണ്ടാണ് ആരും ഇതുവരെയും ചോദിക്കാത്തത്. നല്ല പൊട്ടാസ് പൊട്ടിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി വലുതൊന്ന് ചെയ്യുവാൻ ഈ ദിവസം ദൈവം സഹായിക്കുമാറാകട്ടെ. She did a great work. She did a good work. Tangibly, measurably, knowably, immense amount for the kingdom of God by an ordinary woman. ഒരു സാധാരണക്കാരി സ്ത്രീക്ക് മറ്റുള്ള എല്ലാവരെയും പിടിച്ചു കുലുക്കത്തക്ക രീതിയിൽ ഒരു വലിയ പ്രവൃത്തി ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ എഴുതി തള്ളരുത്. You can do something for God tonight. Hallelujah. Hallelujah. Ecclesiastic chapter 4 verse 4. സഭാപ്രസംഗി 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. സകല പ്രയത്നവും സാമർഥ്യമുള്ളതൊക്കെയും നിന്റെ അയൽവാസിക്ക് നിന്നോട് അസൂയ വേണമെങ്കിൽ നീ നല്ല കാര്യം കുറച്ചങ്ങ് ചെയ്താൽ മതി. ഹല്ലേലൂയ. ബൈബിള് പറയുന്നു അസൂയ വേണമെങ്കിൽ എന്ത് വേണം? സകല പ്രയത്നവും സാമർഥ്യമുള്ള നല്ല കാര്യങ്ങളും ചെയ്യുമ്പം മറ്റുള്ളവനോട് അസൂയ ഉണ്ടാകുന്നു. നിന്റെ മോക്ക് ഡിഗ്രി കിട്ടി വലിയ മിടുക്കിയായി നല്ല ആളായി വരുന്നുണ്ട്, ചേട്ടായിക്കും അനിയായിക്കും ചൊറിച്ചിലുണ്ടാകുന്നു. പേടിക്കണ്ട, ദൈവം നിന്റെ മോളെ നോക്കിക്കോളൂ. അതുകൊണ്ട് ഡിഗ്രി മേടിക്കാതിരിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. നീ നല്ല മിടുക്കനായിട്ട് വളരുമ്പോൾ കൂട്ടായ്മയിലിരിക്കുന്ന തൊട്ട് ബാക്കിലിരിക്കുന്ന സഹോദരന് ചൊറിച്ചിലുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ വളരാതിരിക്കല്ലേ, നീ വളരണം. എന്തുകൊണ്ടെന്നാൽ എല്ലാ നല്ല പ്രവൃത്തിയും നിന്റെ അയൽവാസിക്ക് ചൊറിച്ചിലുണ്ടാകുന്നു. നമ്മുടെ കൂട്ടായ്മ എങ്ങനെ ചൊറിയുടെ അസുഖം ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോ സ്കിൻ ഡിസീസ്. ഇവിടെ നമുക്ക് ചൊറിച്ചിലില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂട്ടായ്മയിൽ സ്കിൻ ഡിസീസ് ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന എണ്ണ ഇട്ട് അടിക്കുന്നത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ വരാത്തത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ആ ചൊറിച്ചിൽ ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ ദിവസവും അങ്ങ് ആത്മാവിലായാൽ മതി, ചൊറിച്ചിലില്ലാതെ. ഹല്ലേലൂയ. മറ്റുള്ളവനെ ഓർത്ത് നീ ചൊറി കുത്താതിരിക്കണമോ? പരിശുദ്ധാത്മാവെന്ന എണ്ണയാൽ അങ്ങ് നിറഞ്ഞാൽ മതി. വെരി ഗുഡ് ഫോർ യുവർ സ്പിരിച്വൽ ബോഡി. ഒരു ചൊറി ഉണ്ടാവൂല. അസൂയ ഉണ്ടായി. അതാണ് ഈ യൂദാസിനുണ്ടായ അസൂയ. അപ്പൊ യൂദാസി വ്യാപരിക്കുന്നത് എന്തായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നോ? അപ്പൊ അപ്പോഴേ അശുദ്ധാത്മാവ് കയറിയിട്ടുണ്ട്. ചില വ്യാരം അത്താഴം കഴിച്ചപ്പോ കയറിയതാണ്. കൊണ്ടു നടന്നൊരു സ്വത്തായിരുന്നു എന്ത്? അശുദ്ധാത്മാവ്. അവന്റെ ഉള്ളിൽ എപ്പോഴുണ്ടായിരുന്നു? അപ്പോഴേ ഉണ്ടായിരുന്നു. നമ്മുടെ വിചാരം കർത്താവിനെ തള്ളിപ്പറയാൻ പോയപ്പോഴാണ് ഉണ്ടായത്. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യനായിട്ട് പേരെടുത്ത, കയ്യിൽ ജേബിൽ പോക്കറ്റിനകത്ത് പൈസ വെച്ചോണ്ടിരുന്ന യൂദാസിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആരാധനയ്ക്ക് വന്ന് എല്ലാം പങ്കുകൊണ്ടേച്ച് നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിന്റെ പ്രവൃത്തിയാണത് മനസ്സിലാക്കി തരുന്നത്. നിന്റെ സംസാരമാണത് മനസ്സിലാക്കി തരുന്നത്. നിനക്ക് സ്നേഹമുണ്ടോ? ഹല്ലേലൂയ. ഭർത്താവിനെ സ്നേഹിക്കുവാൻ, ഭാര്യയെ സ്നേഹിക്കുവാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ, തമ്മിൽ സ്നേഹിക്കുവാൻ, കോപം കളയുവാൻ, ക്രോധം കളയുവാൻ, അസൂയ കളയുവാൻ, ഇന്ന് കേട്ട പിശാചിന്റെ എല്ലാ ആയുധവും എടുത്ത് കളയുവാൻ, അത് എത്ര മൂർച്ചയുള്ളതാണേലും ഇല്ലാത്തതാണേലും അത് എടുത്തു കളയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സംശയം, അവിശ്വാസം, അൺഫെയ്ത്ത്ഫുൾനെസ്, ഡിസ്കറേജ്മെന്റ്, വലിയൊരു ആയുധം നമ്മൾ കേട്ടു. തേഞ്ഞു കിടക്കുന്ന ആയുധം. ഇതൊക്കെ എടുത്തു കളയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ, അവന്റെ സർവായുധ വർഗം ധരിക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 8 and 9. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. അപ്പം യൂദാസ് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോ ശിഷ്യന്മാരിൽ പലതും. അപ്പൊ ഒരുത്തനുണ്ടെങ്കിൽ മറ്റുള്ളവനെയും കറക്കാ ഇടയ്ക്കില്ലേ. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞ പിശാചെ വിട്ടുപോകാൻ. ഒരുത്തന്റെ പുറത്തിരിപ്പുണ്ടെങ്കിൽ ബാക്കിയുള്ളവനെയും ഡിസ്കറേജ് ചെയ്യാം, ബാക്കിയുള്ളവനെയും തകർക്കാം. ഇതൊരു വലിയ it was an eye opener for me that one man could make everybody have the same reaction. ശിഷ്യന്മാർക്കും എന്ത് തോന്നി? വെറും ചെലവാണ്. ഒരു വ്യക്തിയാണ് സഭയുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, കമ്മിറ്റിയുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്.
മീറ്റിംഗ് വേണ്ട, അത് വേണ്ട, ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, എല്ലാം പ്രശ്നമായി. പിന്നെ തമ്മിലാടിയായി, പിന്നെ പുറകോട്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കായി, കുത്തായി, ഫൈറ്റായി, എല്ലാം ആയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, അത് വലിയ ഡേഞ്ചറസ് ആണ്. ഹല്ലേലൂയ. ഇവർക്കാർക്കും പാവപ്പെട്ടവനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടായിരുന്നോ? അല്ല, അവരുടെ പോക്കറ്റിൽ വരുന്ന പൈസയുടെ ആഗ്രഹം കൊണ്ടായിരുന്നു. When you have love of money, it will always destroy your life till the end. രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഒരു മനസ്സിൽ ഉള്ളിൽ ദ്രവ്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ അവന്റെ അവസാനം വരെയും സകലവിധ ദോഷവും അവന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുമ്പം കാശ് എവിടെ കൂടുതൽ കിട്ടുമെന്ന് നോക്കല്ലേ. ദൈവമക്കൾ എവിടാന്ന് ആദ്യം അന്വേഷിക്കുക, രക്ഷിക്കപ്പെട്ടത് ആരാന്ന് അന്വേഷിക്കുക. ജോലിക്ക് പോകുമ്പോൾ when you go for a job, don't look at the salary but look at the purpose of your job. എന്തിനു വേണ്ടിയാണ് നീ പോകുന്നത് നീ ചിന്തിക്കുക. ഹല്ലേലൂയ. പൈസയ്ക്ക് വേണ്ടി അല്ല. I know I spoke to my children. I spoke to my son. I said, when you're looking for your future, see that it is the will of God. ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യുവാൻ നീ പഠിക്കുക. Don't run where there is money. Run where there is the will of God. Hallelujah. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീ ഓടിക്കഴിയുമ്പോൾ ബാക്കി സകലതും ദൈവം ഉണ്ടാക്കിക്കൊള്ളും. മുമ്പേ എന്റെ രാജ്യവും നീതി അന്വേഷിക്കാം, അതുകൂടെ സകലതും കിട്ടും. സുമിത്തെ സകലതും ദൈവം തരും. You seek the kingdom of God, God will give you everything. നിനക്ക് ആവശ്യമായ സകലതും നീ ദൈവരാജ്യത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം തരും. സമ്പത്തിന് വേണ്ടി, പേരിന് വേണ്ടി പലരും പൈസ കൊണ്ട് വലിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനാണ്? പേരിന് വേണ്ടി. ഞാനാ ചെയ്തത് മുഴുവൻ പേരിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ദൈവ സ്നേഹത്തിൽ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. മർക്കോസ് സുവിശേഷം വീണ്ടും മടങ്ങി വരാം. ഇന്ന് ആ വിഷയത്തിലേക്ക് നമ്മൾ ശരിക്ക് പഠിക്കാൻ പോവാൻ. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പെസഹയ്ക്ക് 2 ദിവസം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. 2 days before Passover this incident happened. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവം നടക്കുമ്പം ഈ പോലീസ് വന്ന് എൻക്വയറി വെക്കും. അപ്പൊ അവർ ചോദിക്കും, ഉച്ചയ്ക്ക് 4:30 മണിക്കാണോ നടന്നത്, 2:30 മണിക്കാണോ നടന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4:30 മണിക്കാണെങ്കിൽ സൂര്യൻ അവിടെ ആയിരുന്നോ, സൂര്യൻ ഇവിടെ ആയിരുന്നോ? അവിടെ നിന്നാണോ ചാടിയത്, ഇവിടെ നിന്നാണോ ചാടിയത്? മേളിൽ നിന്നാണോ വീണത്, താഴെ നിന്നാണോ വീണത്? ഇങ്ങനെയാണ് അവർ ഇൻക്വസ്റ്റ് എഴുതുന്നത്, അവർ ഡീറ്റെയിൽ എഴുതുന്നത്. അതുപോലെ ഞാനിത് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. പെസഹായ്ക്ക് 2 ദിവസം മുമ്പ്, 2 days before Passover എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് പെസഹ. അത് തുടങ്ങിയത് ഇസ്രയേലിലാണ്. അത് തുടങ്ങിയത് യേശുവിന്റെ കാൽവറി മരണത്തെക്കുറിച്ച് കാണിച്ചുകൊണ്ടാണ്. അത് തുടങ്ങിയതിന്റെ പുറത്ത് വലിയ അർത്ഥമുണ്ട്. The Jews never knew what is the meaning of the Passover. It is a great mystery. The Passover is the death of Jesus Christ. യേശുവിന്റെ മരണത്തെ കാണിക്കുന്ന ഒരു പെസഹ ആയിരുന്നു. ഇതാർക്കും അറിയില്ലായിരുന്നു.